ഇതാണ് ഞങ്ങളുടെ ഹോം ടൂർ. ഹോം ടൂർ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് കിട്ടിയിരിക്കുന്ന റൂമാണ്. സ്റ്റേ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ തമിഴ്നാടാണല്ലോ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അവിടുത്തെ സ്റ്റേ എങ്ങനെയാണ് കേട്ടോ നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രില്ലിട്ടിട്ടുള്ള ഒരു മെയിൻ ഡോറാണ്. ഇതൊരു ആക്ച്വലി പെട്ടെന്ന് തട്ടിക്കുട്ടിയതാണ് ഒരു റൂം എനിക്ക് മോനുമായിട്ട്. അതുകൊണ്ട് അതിൻ്റെ കുറേ പ്രോബ്ലംസ് ഉണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലത്തെ പോലെയൊന്നുമല്ല. പിന്നെ നമ്മൾ എവിടെ വന്നാലും സർവൈവ് ചെയ്യണം എന്നുള്ളൊരൊറ്റ കാര്യം കൊണ്ടാണ് നമ്മൾ ഓരോരോ കാര്യങ്ങളായി സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഫ്ലോറിംഗ് എന്ന് പറയുന്നത് സിമെൻറ്റ് ഇട്ടിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അവർ ചെയ്തിരിക്കുന്നതാണ്. പഴയ ഒരു റൂമിനെ, ഒരു ഹാളിനെ ഒരു റൂമായിട്ട് കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇത് പുറത്തുനിന്ന് ഒരു ടേബിളിൻ്റെ ഫ്രെയിം മാത്രം കൊടുന്ന് വെച്ച് അതിൽ നമ്മൾ തന്നെ പലക വെച്ച് അങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതാണ്. നമുക്കിതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പുറത്ത് വേണ്ടാണ്ട് കിടക്കുന്നുണ്ടായിരുന്ന ഒരു വലിയ ടേബിളാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് റൂമും ബെഡും മാത്രമാണ് പ്രൊവൈഡ് ചെയ്തത്. ബാക്കി എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്തതാണ്. അപ്പം നമ്മുടെ ഈ ഗേറ്റിൽ നിന്ന്, അതായത് കിച്ചണിൻ്റെ വിൻഡോന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൈവേ കാണാം. ഒരുപാട് വെഹിക്കിൾസ് എപ്പോഴും പോയോണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കാണ്, അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. എപ്പോഴും ബഹളമായിരിക്കും. അതുപോലെ തന്നെ ബ്യൂട്ടിഫുള്ളാണ് ഇവിടുത്തെ നേച്ചർ കാണാൻ. സൂപ്പറാണ്, നല്ല ബ്യൂട്ടിഫുള്ളാണ് എല്ലാ സമയത്തും. അതൊരു ഹൈലൈറ്റാണ്. അതുകൊണ്ട് നമുക്ക് മടുപ്പൊന്നും തോന്നില്ല. പിന്നെ നമ്മൾ 9 to 5 വർക്കിംഗ് ഏരിയ ആയതുകൊണ്ട്, വർക്കിംഗ് സ്പേസിലായതുകൊണ്ട് നമുക്കൊട്ടും വലിയ ഡിസ്കംഫർട്ടൊന്നും തോന്നില്ല. ഇവിടെ വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം ഹാർഡ് വാട്ടറാണ്. അപ്പോൾ നമ്മൾ ക്യാൻ വാട്ടർ വാങ്ങിക്കുകയാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് ചെറിയൊരു സെറ്റപ്പാണ്. കിച്ചണും സിങ്കും കൂടി അറ്റാച്ച് ചെയ്തൊരു ടേബിളിൽ കടപ്പക്കല്ലിൽ. ഞങ്ങളുടെ റൂമിൻ്റെ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടുള്ളൊരു റൂമാണ്. ഇങ്ങനെ ഒരു ഡബിൾ കോട്ടഡ് ബെഡാണ് തന്നിരിക്കുന്നത്. അതിൽ മുകളിൽ സ്പേസിൽ നമ്മുടെ സ്റ്റോറേജ്, സാരിയും ഡ്രസ്സൊക്കെ വെച്ചു. അതല്ലാതെ അലമാരി കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ മോൻ്റെ ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ളത് യൂണിഫോം വയ്ക്കാൻ ചെറിയൊരു വാർഡ്രോബ് നമ്മൾ മീഷോന്ന് വാങ്ങിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്റ്റേ.